Dear students, we are discussing the solid state, chapter 1, plus 2 chemistry. We know that matter exists in three different states: solid, liquid, gas, plasma, and both signs in condensation. We have detailed study of gaseous and liquid state in the previous year. Now we are discussing the important topics of solid state. We know that the particles of solids are regularly arranged. They have definite shape, mass, and volume. The intermolecular force of attraction between particles of solids are strong, so they are not free to move. Only vibratory motion exists between the particles of solid. In this section, we are discussing the important properties of solids, different types of solids, types of crystalline solids, crystal lattices and unit cell, number of atoms in unit cell. Types of solids: crystalline solids and amorphous solid. In crystalline solids, the particles have long range order. In amorphous solids, the particles have short range order. In crystalline solids, the well-ordered pattern is repeated throughout the structure. They have sharp melting point and they are anisotropic. They are true solid and gives clean cleavage on cut with a knife. നമുക്കറിയാം, ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് വെൽ അറേഞ്ച്ഡ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അസംബ്ലിക്ക് കുട്ടികൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വാഴത്തോട്ടം കാണുമ്പോൾ അതിലെ ഓരോ വാഴയും അല്ലെങ്കിൽ ഓരോ കുട്ടികളും കൃത്യമായ സ്ഥലങ്ങളിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് സോളിഡിൽ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നു. ഇനി ഒരു ഇന്റർവെൽ സമയത്ത് ക്ലാസ്സിലെ കുട്ടികൾ ഗ്രൗണ്ടിലൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾ പലതരങ്ങളിലും ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഇല്ല. അത്തരം സോളിഡ്സിനെയാണ് നമ്മൾ അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ, ഐസ് ഇസ് എ ക്രിസ്റ്റലൈൻ സോളിഡ്. We know that the melting point of ice is 0 degree. All ice particles melted at 0 degree Celsius, and then its temperature is rising. That is, crystalline solids have sharp melting point. Third property, the anisotropy. All the properties are different in different direction of the crystal. വ്യത്യസ്ത ഡയറക്ഷനുകളിൽ വ്യത്യസ്ത പ്രോപ്പർട്ടിയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് കാണിക്കുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അനിസോട്രോപ്പി. ഇങ്ങനെ റെഗുലറായിട്ടുള്ള അറേഞ്ച്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ട്രൂ സോളിഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾ അതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ റെഗുലർ ആയിട്ടുള്ള ഒരു ക്ലീവേജ് അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള സർഫസ് നമുക്ക് കിട്ടുന്നു. അതിൻ്റെ പേരിൽ അതിന് ക്ലീൻ ക്ലീവേജ് ഉണ്ടെന്ന് പറയുന്നു. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഡയമണ്ട്, ക്വാർട്സ്, മെറ്റൽസ്, ഐസ്, എക്സെട്ര. രണ്ടാമത്തെ സോളിഡ് അമോർഫസ് സോളിഡ് ആണ്. നമ്മൾ പറഞ്ഞു, ഒരു ഇന്റർവെൽ സമയത്തുള്ള ഗ്രൗണ്ടിലെ കുട്ടികൾ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് പല ഭാഗങ്ങളിൽ അറേഞ്ച്മെന്റ് ഇല്ല, ഡെഫിനിറ്റ് അറേഞ്ച്മെന്റ് ഇല്ല, വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഇല്ല, അല്ലെങ്കിൽ ഷേപ്പ് ഇല്ല. ഇത്തരത്തിലാണ് സോളിഡിന്റെ അറേഞ്ച്മെന്റ് എങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് അമോർഫസ് സോളിഡ്. അമോർഫസ് സോളിഡ് വാരി ഇൻ ദർ മെൽറ്റിംഗ് പോയിന്റ്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വാക്സ്, മെഴുക് ഒരു അമോർഫസ് സോളിഡിന് എക്സാമ്പിളാണ്. മെഴുക് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് 45 ഡിഗ്രി സെൽഷ്യസിൽ ഉരുകാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ആ മെൽറ്റിങ് 45 ഡിഗ്രി സെൽഷ്യസിൽ അവസാനിക്കുന്നില്ല. അതൊരു 50, 55, 60 ഡിഗ്രി വരെ അത് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അതിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല എന്ന് പറയാം. ഐസോട്രോപിക് പ്രോപ്പർട്ടിയാണ്. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം. എല്ലാ ഡയറക്ഷനിലും ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോട്രോപിക്.
സ്യൂഡോ സോളിഡ്, പാക്ഡ് വെൽ ഡെഫിനറ്റ് അറേഞ്ച്മെന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഇതിനെ സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ കപട സോളിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നും പറയുന്നു. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പാർട്ടിക്കിൾസ് അനങ്ങാതെ നിൽക്കുന്ന പോലെയാണ് സോളിഡ്, ഇത്തരം അമോർഫസ് സോളിഡ്. ഈ സോളിഡ്സിന് പതുക്കനെ ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. അതായത് ദേ ആർ നോട്ട് ട്രൂ സോളിഡ് ബട്ട് സ്യൂഡോ സോളിഡ്സ്. ദേ ഗിവ് ഇറഗുലർ ക്ലീവേജ്. ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾ അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജഡ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ മുറിക്കുകയാണെങ്കിൽ അവിടെ ഇറഗുലർ ക്ലീവേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ഇറഗുലർ ക്ലീവേജ് അമോർഫസ് സോളിഡിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിന് അമോർഫസ് സോളിഡിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു വാഴക്കൂട്ടത്തിനെ കൺസിഡർ ചെയ്യുക. നല്ല അറേഞ്ച്മെന്റുള്ള വാഴക്കൂട്ടത്തിൽ കുറച്ച് വാഴകൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ, കാറ്റിലോ മഴയിലോ പെട്ട് അത് വീഴുകയാണെങ്കിൽ അതിൻ്റെ പാക്കിങ് അമോർഫസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. റെഗുലർ ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ക്രിസ്റ്റലൈനായിട്ടും, അതിൽ ചിലത് വീണോ പോയി കഴിഞ്ഞാൽ അതിനെ അമോർഫസ് ആയിട്ട്, റെഗുലർ ആയിട്ട് നഷ്ടപ്പെട്ടാൽ അമോർഫസ് ആയിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിനെ കാണിക്കാനായിട്ട് സിലിക്കൺ ഡയോക്സൈഡിന്റെ അമോർഫസും അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഹെക്സഗൺ, റെഗുലർ ആയിട്ടുള്ള ഹെക്സഗൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഓർഡർ കുറഞ്ഞ ഹെക്സഗൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് അമോർഫസ് ആണ്, അതുപോലെ ഇത് ക്രിസ്റ്റലൈൻ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ വീണ്ടും നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. മോളിക്കുലാർ സോളിഡ്, കോവാലന്റ് സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്. ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അതിലുള്ള പാർട്ടിക്കിൾസിന്റെ നേച്ചറിനെയോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ബോണ്ടിങ്ങിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മോളിക്കുലാർ സോളിഡിലെ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. അവ തമ്മിൽ വീക്കായിട്ടുള്ള ഫോഴ്സുകളാണുള്ളത്. വീക്ക് ഫോഴ്സ് ആയതിന്റെ പേരിൽ അവ സോഫ്റ്റ് ആയിരിക്കും. They have low melting point. ഇവ poor conductor of heat and electricity. മോളിക്കുലാർ സോളിഡിലെ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. വീക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആണ് അവിടെ നിലനിൽക്കുന്നത്. മോളിക്കുലാർ സോളിഡ്സിനെ വീണ്ടും നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. നോൺ പോളാർ സോളിഡ്, പോളാർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ടഡ്. ഇതിൽ പ്രധാനമായിട്ടും I2 നോൺ പോളാർ സോളിഡ് ആണെന്നും H2O ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ് ആണെന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ക്രിസ്റ്റലൈൻ സോളിഡിലെ രണ്ടാമത്തെ കാറ്റഗറി അയോണിക് സോളിഡ്. അയോണിക് സോളിഡ്സിലെ പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. ദേ ആർ പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ്, കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. ദേ ആർ ഹെൽഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അയോണുകളുടെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് അവയ്ക്ക് ഉയർന്ന മെൽറ്റിംഗ് പോയിന്റും അതുപോലെ ഹാർഡും അതുപോലെ ബ്രിട്ടിലും ആയിരിക്കും. അയോൺസിന് മൂവ്മെന്റിന് പോസിബിലിറ്റി വളരെ കുറവായതിന്റെ പേരിൽ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അയോൺസ് അതത് പൊസിഷനുകളിൽ നിൽക്കേണ്ടി വരുന്നു. അവ തമ്മിൽ സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതിനാൽ ദേ ആർ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. എക്സാമ്പിളുകൾ CSCl, Z. Next, covalent solids. The points are or the particles are atoms. Atoms are held together by covalent bonds. We know that covalent bonds are strong bonds, therefore they are hard, high melting point. They are poor conductor of heat and electricity. ഇവ തമ്മിൽ സ്ട്രോങ് ബോണ്ടായതിൻ്റെ പേരിൽ ഇവയ്ക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. എക്സാമ്പിളായിട്ട് നമ്മൾ ഡയമണ്ടും ഗ്രാഫൈറ്റും പറയുന്നുണ്ട്. ഡയമണ്ടിന്റെ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ, 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ. ദ സ്ട്രക്ചർ ഈസ് കോൾഡ് 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. ഗ്രാഫൈറ്റ് സ്ട്രക്ചർ ലെയേർഡ് ഹെക്സഗണൽ സ്ട്രക്ചർ. ഹെക്സഗണലാണ്, ലെയേർഡ് സ്ട്രക്ചറാണ്. അതിൻ്റെ പേരിൽ ഈ ഇലക്ട്രോൺസ് ലെയറുകളുടെ ഇടയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പേരിൽ ഗ്രാഫൈറ്റ് ഒരു എക്സെപ്ഷണൽ കേസാണ്. ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, നോട്ട് എ പുവർ കണ്ടക്ടർ, ബട്ട് ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ്, മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡ്സിൽ മെറ്റാലിക് സോളിഡ് എന്ന് പറഞ്ഞാൽ അതിലെ പാർട്ടിക്കിൾസ് മെറ്റൽ അയോൺസ് ആണ്. മെറ്റലിൻ്റെ ന്യൂക്ലിയസും അതുപോലെ തന്നെ ഇലക്ട്രോൺസും. ഇലക്ട്രോൺസിലെ മൊബൈൽ സീ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണുകളുടെ ഒരു സമുദ്രത്തിൽ
മെറ്റൽ ന്യൂക്ലിയസുകളെ എംബഡഡ് ചെയ്ത പോലെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇലക്ട്രോണുകളുടെ ഒരു സമുദ്രത്തിൽ മെറ്റൽ ന്യൂക്ലിയസ്, പോസിറ്റീവ് അയോൺസ് ആർ എംബഡഡ് ഇൻ എ സീ ഓഫ് മൊബൈൽ ഇലക്ട്രോൺസ്. പോസിറ്റീവ് മെറ്റൽ അയോൺസ്, ഇവിടെയുള്ള ബോണ്ടിനെ, അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേര് മെറ്റാലിക് ബോണ്ട്. പലപ്പം അത് ഹാർഡായിരിക്കും, അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. We know that they are good conductor of heat and electricity because of the presence of mobile electrons. Electrons are moving. Types of crystalline solids ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. ക്വാർട്സ്, സിലിക്കൺ ഡയോക്സൈഡ് കോവാലൻ നെറ്റ്വർക്ക് സ്ട്രക്ചറാണ്. ഡയമണ്ട് കോവാലൻ നെറ്റ്വർക്ക് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ NaCl അയോണിക് ക്രിസ്റ്റലാണ്. മെറ്റൽസ് മെറ്റാലിക് ക്രിസ്റ്റലാണ്. H2O മോളിക്കുലർ ക്രിസ്റ്റലാണ്. ഇത്രയും നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട എക്സാമ്പിളുകളാണ്. ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറിനെ, നമുക്ക് കിട്ടുന്ന 3 ഡയമെൻഷണൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഈസ് കോൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ പാക്ക് ചെയ്തിട്ടാണ്. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ പാക്ക് ചെയ്ത് കിട്ടുന്ന 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നു. അങ്ങനെ 14 തരത്തിലുള്ള അറേഞ്ച്മെന്റ് ക്രിസ്റ്റൽ ലാറ്റിസസ് പോസിബിൾ ആണ്. ഇവരുടെ പേര് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. അതുപോലെ തന്നെ ഇതിനെ സ്പെസിഫിക് ആയിട്ട് ബ്രെവിസ് ലാറ്റിസസ് എന്ന് കൂടി പറയുന്നു. There are 14 ബ്രെവിസ് ലാറ്റിസസ്. ക്രിസ്റ്റൽ സ്ട്രക്ചർ കിട്ടാനായിട്ട് നമുക്കറിയാം, ഒരു ക്രിസ്റ്റൽ മൊത്തത്തിൽ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടുന്നത് സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് സെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മതിൽ നമ്മൾ പണിയുന്നത് ഇഷ്ടികകൾ ഉപയോഗിച്ചാണ്. ഇഷ്ടികകളെ യൂണിറ്റ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മതിലിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് ലാറ്റിസ്. അപ്പോൾ യൂണിറ്റ് സെൽ ഈസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓർ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. യൂണിറ്റ് സെല്ലിന് 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ സൈഡും അതിൻ്റെ ആംഗിളും. സൈഡ് ABC എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നു. എക്സ് ആക്സിസിൻ്റെ ലെങ്ത് ABC, Y ആക്സിസിലെ ലെങ്ത് B ആൻഡ് Z ആക്സിസിലെ ലെങ്ത് ആണ് C. എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ഗാമ, ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിൾ ആൽഫ, എക്കും ബിക്കും ഇടയിൽ എക്കും അതുപോലെ തന്നെ സിക്കും ഇടയിലുള്ള ആംഗിൾ ബീറ്റ. ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഒരു യൂണിറ്റ് സെല്ലിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ യൂണിറ്റ് സെല്ലുകൾ 3 ഡയമെൻഷനലായിട്ട് മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും ഒക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന എൻ്റയർ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് ലാറ്റിസ്. അതിൻ്റെ ഫണ്ടമെന്റൽ യൂണിറ്റിനെ, അതായത് ഒരു ഇഷ്ടികേനെ, ഒരു ഉണ്ടാക്കാൻ നിർമ്മിക്കുന്ന ഇഷ്ടികേനെ നമ്മൾ യൂണിറ്റ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇതിലെ ഓരോ ആറ്റങ്ങളെയും നമ്മൾ പറയുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. ആറ്റങ്ങൾ, points are called lattice point. We know that the lattice points may be atoms, molecules, ions or metallic. അങ്ങനെ നോക്കുമ്പോൾ 7 തരത്തിലുള്ള ക്രിസ്റ്റൽ യൂണിറ്റ് സെല്ലുകൾ കിട്ടുന്നതായിട്ട് നമുക്കറിയാം. അതായത് സിമ്പിൾ ക്യൂബിക്, ടെട്രാഹെഡ്രൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ. 7 type of crystal structure unit cell are different in their edge length and angles. In simple cubic, we know that നമുക്കറിയാം ക്യൂബിൻ്റെ 3 വശങ്ങളുടെ ലെങ്ത് തുല്യമാണ്, അതുപോലെ തന്നെ ആംഗിൾ 90 ഡിഗ്രിയാണ്. ടെട്രാഹെഡ്രല് ഒരു വശത്തിൻ്റെ നീളത്തിൽ വ്യത്യാസം ഉണ്ടാവും, ആംഗിളുകൾ എല്ലാ വശങ്ങളുടെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓർത്തോറോംബിക്ക് 3 വശങ്ങളുടെ നീളങ്ങളിലും വ്യത്യാസമുണ്ട്, ആംഗിള് 90 ഡിഗ്രിയാണ്. റോംബോഹെഡ്രൽ 3 വശങ്ങളും സെയിം ആണ്, ആംഗിളുകൾ 90 അല്ല. മോണോക്ലിനിക് 3 വശങ്ങളും സെയിം അല്ല, 2 ആംഗിളും 90 ആണ്, ഒരു ആംഗിളും 90 അല്ല. ട്രൈക്ലിനിക് 3 വശങ്ങളും സെയിം അല്ല, 3 ആംഗിളുകളും സെയിം അല്ല, 90 അല്ല. ഹെക്സഗണൽ 2 വശങ്ങൾ സെയിം ആണ്, ഒരു വശം സെയിം അല്ല, 2 ആംഗിളുകൾ സെയിം ആണ്, അതുപോലെ 90 ആണ്, ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളുകൾ പരീക്ഷയ്ക്ക് വരാവുന്ന തരത്തിൽ ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചറിന് ഉദാഹരണമാണ് NaCl, അതുപോലെ തന്നെ ഡയമണ്ട്. ടെട്രാഹെഡ്രലാണെങ്കിൽ TiO2. ഹെക്സഗണലിന് എക്സാമ്പിളായിട്ട് വരാവുന്നത് ഗ്രാഫൈറ്റ്, ഐസ്. റോംബോഹെഡ്രൽ
cinnabar, mercuric sulfide. Orthorhombic, rhombic sulfur. Monoclinic, monoclinic sulfur. Triclinic, copper sulfate, hydrate, copper sulfate. ഇത് പഠിക്കാൻ ഒരു എളുപ്പത്തിന് നമ്മൾ പറയാം ക്യൂട്ട് മദർ. CU നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യൂബിക്, TE സൂചിപ്പിക്കുന്നത് ടെട്രാഹെഡ്രൽ, M സൂചിപ്പിക്കുന്നത് മോണോക്ലിനിക്, O ഓർത്തോറോംബിക്, ട്രൈക്ലിനിക്, H റോംബോഹെഡ്രൽ, R റോംബോഹെഡ്രൽ, H ഹെക്സഗണൽ. പ്രധാനമായിട്ടും ഇതിലെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് NaCl ഏത് ടൈപ്പ് ക്രിസ്റ്റലിലാണെന്ന് ചോദിക്കാം, ക്യൂബിക്. അതുപോലെ ഐസ്, ഗ്രാഫൈറ്റ്, ഹെക്സഗണൽ. റോംബിക് സൾഫർ, ഓർത്തോറോംബിക്. ഈ ക്രിസ്റ്റൽ ടൈപ്സുകൾ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഈ ക്യൂബിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ യൂണിറ്റ് സെല്ലിൻ്റെ മൂലകളിൽ മാത്രം, കോണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് ആർ ഓക്യുപ്പൈഡ് അറ്റ് ദ 8 corners. They are called primitive lattice. If there are 8 particles at the 8 corners and also at the center, they are called body-centered cube. If the particles are at the corners and also at the center of the faces, there are 6 faces, center of the faces, they are called a face-centered cube. If the particles are at the corners and also at the center of 2 opposite faces, they are called end-centered. Thus there are 4 different type of lattice types: primitive, body-centered, face-centered, end-centered. Common type of cubic unit cell: primitive cube, that is also called simple cube. 8 corner atoms are there. Body-centered cube, 8 corner atoms as well as 1 atom inside the cube. Face-centered cube, 8 corner atoms and also atoms at the center of 6 faces. The structure of the 3 different types of cubic cells are given. And a corner atom and a face-centered atom. We consider a corner atom here. The corner, one of the 8 corner atom. This is a cube. There are 8 corner, 1, 2, 3, 4, 5, 6, 7, 8. This is a corner atom. This corner particle, this is considered as a sphere. It is shared by 8 cubes. 1, 2, 3, 4, 5, 6, 7, 8. 8 cubes. Therefore, its contribution to one unit cell is 1/8. That is, it is shared by 8 unit cell. This is a face-centered particle. The sphere is shared in between 2 cubes and the shared by 2 unit cells. Here, the corner contribution towards one cube is 1/8. Corner contribution towards one cube is 1/8. This is simple cube. This is a body-centered cube. The center atom is inside the cube, so it is not shared between other cubes. Therefore, its contribution, or there is one atom at the center, and the 1/8 atom of one sphere is here. This is body-centered cube. This is face-centered cube. There are 6 faces and 1 particles at the center of 6 faces, and its contribution towards one cube is 1/2. Therefore, the contribution of corner is 1/8, contribution of body center is 1, and contribution for one face center is 1/2. Next, the number of atoms in a unit cell. We know that there are 8 corner atoms or corner particles, and the contribution of one particle towards the cube is 1/8. So, the number of particle is, effective number of particle is 8 into 1/8, that is equal to 1. In body-centered cube, there is 8 particle at the corners
and their contribution is 1 by 8, and then 8 into 1 by 8, and there is one particle at the center and its contribution is 1 itself. Therefore 8 into 1 by 8 plus 1, that is equal to 2. Here 8 corner atoms, their contribution 8 into 1 by 8, and there are 6 faces and 1 atom on each face center, and its contribution is 1 by 2, and 6 into 1 by 2, that is equal to 3. Therefore total number of particles is 1 plus 3, that is equal to 4. In this section we are discussing the solid state and its properties, different types of solids, and the different types of forces existing between solids, and the number of particles and their arrangement. Thank you.